പ്രായപരിധി ഇല്ലാതെ കഴിവുള്ള ആർക്കും വന്ന് പാടാവുന്ന ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് 2016 ഈ വേദിയിൽ ഇനി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു ശ്രീമതി മല്ലിക ഭരതൻ. മല്ലിക ആന്റി ഇപ്പൊ നാടൻ റൗണ്ടിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റയറിലൊക്കെ കണ്ടു അല്ലേ? അപ്പൊ ഇപ്പൊ നെർവസ്നെസ് ഒക്കെ ഒരുവിധം മാറിയോ? മാറിയില്ലേ? ആന്റി എപ്പോഴും കൺസേൺഡ് ആൾക്കാർ എന്ത് പറയും എൻ്റെ ഈ പാട്ടൊക്കെ കേട്ടിട്ട് അല്ലേ? അപ്പൊ ഞാൻ അതിനുവേണ്ടി ഇപ്പൊ നിമിഷ കവിയായ ഞാൻ ഇപ്പൊ എഴുതിയ ഒരു കവിതയാണ് കുച്ച് തോ ലോഗ് കഹേംഗെ. ഇർഷാദ് ഇർഷാദ് कुछ तो लोग कहेंगे लोगों का काम है कहना छोड़ो इन बेकार की बातों में कहीं बीत न जाए ये मौका. ഇത്ര ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആന്റിക്ക് കിട്ടിയിരിക്കുന്നു. ഇപ്പൊ എഴുതിയതാണ് ഇപ്പൊ അല്ലാത്തൊരു എനർജി തന്നെയാണ്. അതെ. അപ്പൊ ഇത്രയും ഗോൾഡൻ വേദി ആന്റിക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുമ്പോ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു നമുക്ക് അസൂയപ്പെടാൻ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടാവും. അതൊന്നും ബോധേഡാവണ്ട. ആന്റി എന്തായാലും വളരെ കൂളായിട്ട് പാടിക്കോളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇന്ന് മെലഡി റൗണ്ടിൽ ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത്? നഗരമേ നന്ദി എന്നുള്ളതിൽ എസ് ജാനകിയമ്മ പാടിയ മഞ്ഞണി പൂനിലാവ് വളരെ സുന്ദരമായ ഒരു ഗാനമാണ്. അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആന്റി. നന്നായി പാടാൻ സാധിക്കും. താങ്ക് യു.
ആൻറ്റി വളരെ ഭംഗിയായിരുന്നു. ബാക്കി ജഡ്ജ്മെന്റ് എന്തായാലും ശരി, പക്ഷേ ഈ ഒരു വയസ്സിൽ പാട്ട് പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമുള്ള ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ഞങ്ങൾക്കൊക്കെ ഇപ്പോഴേ സാധകം ചെയ്യാൻ മടിയാണ്. അതിനാണ് സല്യൂട്ട് ചെയ്യുന്നത്. ഗ്രേറ്റ് ടു ഹാവ് യു ഓൺ ദ സ്റ്റേജ് ആൻറ്റി. എന്തായാലും ഇന്നത്തെ ഈ പെർഫോമൻസിന്റെ ജഡ്ജ്മെന്റ് അറിയാം നമുക്ക്. പ്രീത മാം. മല്ലിക ചേച്ചി, യെസ് മാം. ഈ ഒരു നിധി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രായത്തിലും ഒരു എനർജി കൈവിടാതെ സൂക്ഷിക്കുന്നതിന് ആദ്യമേ നന്ദി പറയാണ്. താങ്ക്സ് അലോട്ട്. പിന്നെ എവിടെയൊക്കെ പശക്ക് പറ്റിയെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാലോ, മേലെ എത്തുന്നിടത്ത്. പിന്നെ താളത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ശരിയാക്കാം, ഇനിയും സമയമുണ്ട് അല്ലേ? അപ്പം ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ശ്രീകുമാർ സർ. മല്ലികാജി, നമസ്കാരം. ഈ പ്രായത്തിലും ഈ സ്പിരിറ്റ്, അതാണ് സംഗീതത്തിന്. ഏത് പ്രായത്തിലും പാടാം, ഏത് പ്രായത്തിലും നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഒരു ഹോപ്പ് എന്നുള്ളത് സംഗീതത്തിൽ മാത്രമേ ഉള്ളൂ. നല്ല ശ്രുതിയായിരുന്നു. താങ്ക് യു സർ. ത്രൂ ഔട്ട് ശ്രുതി സെൻസ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. താങ്ക് യു. പിന്നെ വയസ്സിൻ്റെ ആ ചില ഹോബ്ലിംഗ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു വിറയൽ ഉണ്ട് ലേശമായിട്ട് ചിലടത്ത്. അത് ടെൻഷൻ വരുമ്പോഴും ഒക്കെ ഉള്ള ഇതാണ്. ഭയങ്കര പരിഭ്രമമുണ്ട്, അതുകൊണ്ടുള്ള ചില വിറയലാണ്. താളം ലേശം അവിടെ ഇവിടെ വലിയുന്നു. ഇതൊക്കെ ഒഴിവാക്കിയാൽ നന്നായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ ഓൾ മച്ച്. ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. നീതിയുടെ നിമിഷ കവിതയും എനിക്ക് വയ്യ, അതിന്റെ യഥാർത്ഥ അത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ? അതിന്റെ യഥാർത്ഥ ആൾക്കാരെ ഒരു വാക്കേ മാറ്റിയുള്ളൂ അല്ലേ? അതൊന്നും റിവീൽ ചെയ്യരുത്, അതൊക്കെ സീക്രട്ട് അല്ലേ. താങ്ക് യു ജഡ്ജസ്. മല്ലിക ആന്റി, കുറെയൊക്കെ ടെൻഷൻ മാറിയില്ലേ? ഇപ്പൊ ഇത്രയും നല്ല കമന്റ്സ് ആണ് ജഡ്ജസ് പറയുന്നത്. തീർച്ചയായും അല്ലേ? നിങ്ങളൊക്കെയാണ് രാമചന്ദ്രൻ സാർ, മല്ലിക ആന്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് ഞങ്ങൾക്കൊരു ആവേശം തരുന്നത്. വി ഫീൽ വി ക്യാൻ സിങ്. ഞങ്ങളുടെ മടിയൊക്കെ മാറ്റി വെച്ച് ഒന്നും കൂടെ ഞങ്ങളൊന്ന് സാധകം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് സ്വയം തോന്നും. അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ മാർക്സ് എത്രയാണെന്ന് അറിയാം. ശ്രീകുമാർ സർ. 36. 36. Mallika aunty, melody round la Mallika aunty's total score is 72 out of 100. Really good marks. എന്തായാലും ഇനി അടുത്ത റൗണ്ട്സിൽ ഇതിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.